സാഹിത്യ പ്രഭാഷണ പരമ്പരയിൽ അടുത്തതായി സംസാരിക്കുന്നത് പ്രമുഖ എഴുത്തുകാരനും സംവിധായകനുമായ സി രാധാകൃഷ്ണനാണ്. ശാസ്ത്രജ്ഞൻ, പത്രാധിപർ, പ്രസാധകൻ എന്നിങ്ങനെ വൈവിധ്യ മേഖലകളിൽ തിളങ്ങിയ സാഹിത്യകാരൻ. ശാസ്ത്രാന്വേഷണവും സാഹിത്യഭാവനയും സമന്വയിപ്പിച്ച് മലയാള സാഹിത്യ മേഖലയിൽ നൂതന ഭാവുകത്വം നൽകിയ പ്രതിഭ. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര സമിതി നൽകുന്ന മൂർത്തിദേവി പുരസ്കാരം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, വയലാർ പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ എഴുത്തുകാരൻ. സ്വാഗതം ചെയ്യാം സ്നേഹാദരങ്ങളോടെ 88ാമത് ശിവഗിരി ആഗോള ഓൺലൈൻ തീർത്ഥാടനത്തിലെ സാഹിത്യ സമ്മേളനത്തിലേക്ക് പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ സി രാധാകൃഷ്ണൻ. എല്ലാവർക്കും നമസ്കാരം. അനാദിയായ ഗുരു പരമ്പരയ്ക്ക് പ്രണാമം. ശ്രീനാരായണ ഗുരുദേവന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് നന്നായി അറിയാം എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. ചുരുക്കത്തിൽ അങ്ങനെയൊരു വിചാരം എനിക്കും ഉണ്ടായിരുന്നു. സന്യാസിയായിരുന്നു, പരമസാത്വികനായിരുന്നു, ഒരുപാട് സമൂഹ സേവനം നടത്തിയ ആളായിരുന്നു, സമൂഹത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ആളുമായിരുന്നു എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ മുഴുവനായി അറിഞ്ഞു എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് ഒരു പ്രവേശിക്കുക എനിക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വശത്തെക്കുറിച്ച് നമുക്ക് പൊതുവെ വേണ്ടത്ര അറിവില്ല എന്ന ബോധോദയം ഉണ്ടായത്. അദ്ദേഹം മലയാളക്കര കണ്ട ഏറ്റവും വലിയ കവികളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരാളായിരുന്നു. ആ കവന സാമർഥ്യത്തെക്കുറിച്ച് നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയോ ഇതുവരെ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. പദങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നും അർത്ഥങ്ങളും ഭാവങ്ങളും എങ്ങനെയാണ് ധ്വനിപ്പിക്കേണ്ടത് എന്നും അവയിലൂടെ എങ്ങനെയാണ് ആത്യന്തിക സത്യത്തെ പ്രകാശിപ്പിക്കേണ്ടത് എന്നും ഒക്കെ ഇത്ര ഭംഗിയായി കൃത്യമായി ഒരു തെറ്റുകുറ്റങ്ങളും കൂടാതെ മനസ്സിലാക്കി പ്രയോഗിച്ച ഒരു കവി മലയാളത്തിൽ വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുത്തച്ഛന് ശേഷം വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹം ഈ കൃതികളിലൂടെ വേദാന്തസാരം, മനുഷ്യൻ്റെ മോചനത്തിന് ആവശ്യമായ സംസ്കാരത്തിൻ്റെ അടിത്തറ നമുക്ക് പകർന്നു തരികയായിരുന്നു. അങ്ങനെ പകർന്നു തന്നപ്പോൾ അദ്ദേഹം ഒന്നിലേറെ കാര്യങ്ങൾ സാധിച്ചു. ഒന്ന്, ഈ അറിവ് പകർന്നു തന്നു എന്നുള്ളത് തന്നെയാണ്. ഈ അറിവ് പകർന്നു തരാൻ ശ്രമിച്ചവർ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എഴുത്തച്ഛനുണ്ടായിരുന്നു, പൂന്താനം ഉണ്ടായിരുന്നു, മേൽപ്പത്തൂരുണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ എന്ത് ഭിന്നതയാണ് ഇദ്ദേഹം കാണിച്ചത് മലയാള ഭാഷയിൽ എന്ന് ചോദിച്ചാൽ വളരെ വലിയ ഒരു മാറ്റമാണ് കാണിച്ചത്. കാരണം അദ്ദേഹം നിഷ്കർഷിച്ചത് മലയാള പദങ്ങൾ ഉപയോഗിക്കും ഞാൻ എന്നാണ്. മലയാള പദങ്ങൾക്ക് ഈ ലോകത്തെ ഏത് ആശയവും ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയും ലോകത്തെയും തൻ്റെ കൂടെയുള്ള ആളുകളെയും ബോധ്യപ്പെടുത്തുന്ന അതീവ സുന്ദരങ്ങളായ രചനകളാണ് അദ്ദേഹത്തിൻ്റെ ദൈവദശകമായാലും ആത്മോപദേശ ശതകമായാലും തിരുക്കുറളിൻ്റെ ഭാഷ്യമായാലും ഈശാവാസ്യത്തിൻ്റെയും ഒക്കെ തന്നെ വിവരണങ്ങളായാലും നമുക്ക് കൈവന്നിട്ടുള്ളത്. ആ കാവ്യ ആലാപന ശൈലി അതീവ മധുരവും ഹൃദ്യവും സമർത്ഥവും ആണ്. തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ വേറൊരിടത്തും നമുക്ക് കണ്ടുകിട്ടാത്ത വാക്കുകളും ആ ആശയത്തിന് പകരം നിൽക്കാൻ വേറെ ഇല്ലാത്ത തരം വാക്കുകളും ആണ്. എന്താണ് അദ്ദേഹം ഈ മലയാള ഭാഷയെ ഇത്രയേറെ മുറുകെ പിടിച്ചതെന്ന് ചോദിച്ചാൽ ഒരു കാര്യമുണ്ട്. ഓരോ മതത്തിനും ഓരോ ഭാഷയുണ്ട് എന്നാണ് നമ്മുടെ സങ്കല്പം. സങ്കല്പമല്ല, ഏതാണ്ട് യാഥാർത്ഥ്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഹിന്ദുമതം എന്ന് പറയുന്ന മതത്തിന് ഒരു ഭാഷയുണ്ട്, അത് സംസ്കൃതമാണ്. സംസ്കൃത ഭാഷ വളരെയേറെ നല്ല സമർത്ഥമായ ശക്തമായ ഒരു ഭാഷയാണ്, സംശയമൊന്നുമില്ല. ഗഹനങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ആ ഭാഷയിൽ പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
ഇപ്പോഴും പറയപ്പെടുന്നുണ്ട്. ഇപ്പോഴും അതിൽ ആളുകൾ കവിതയൊക്കെ എഴുതുന്നുണ്ട്. കർണാടകത്തിലെ ഏതൊരു ഗ്രാമത്തിലൊഴിച്ച് എവിടെയും അത് ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സംസാരിക്കുന്നതിലേറെ അതിൽ മഹത്തായ കൃതികളുള്ളത് കൊണ്ട് നമ്മുടെ വേദാന്ത ഗ്രന്ഥങ്ങളും കാളിദാസനും മഹാഭാരതവും രാമായണവും ഒക്കെ ഉള്ളതുകൊണ്ട് അന്യനാട്ടുകാർ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി മാത്രം തന്നെ സംസ്കൃത ഭാഷ പഠിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ വളരെ സങ്കുചിതമായി സംസ്കൃതം അറിയാവുന്നവർക്ക് ഈ മതത്തിൻ്റെ എന്തെങ്കിലും കാര്യം മനസ്സിലാവൂ എന്ന് ശഠിക്കുന്ന ഒരു സമ്പ്രദായവും നമുക്കുണ്ട്. ദൈവത്തോട് പറയാനുള്ള കാര്യങ്ങൾ സംസ്കൃതത്തിൽ പറഞ്ഞ ദൈവത്തിന് മനസ്സിലാവൂ എന്ന ഒരു ധ്വനി. എന്നാലോ ഈ ഭാഷ ഒരു പ്രത്യേക സമൂഹത്തിൽപ്പെട്ട ആളുകളെ അല്ലാതെ ആരെയും പഠിപ്പിക്കില്ല എന്നൊരു ശാഠ്യവും ഉണ്ടായിരുന്നു. മഹാശാഠ്യം തന്നെയായിരുന്നു അത്, വിവേചനം തന്നെയായിരുന്നു അത്. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ കേരളം വിട്ട് പുറത്തു പോകണം എന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു താഴെക്കടയിലുള്ള ജാതികൾക്ക്. ഗുരുദേവൻ, നാരായണ ഗുരുദേവൻ ഇത് പഠിച്ചത് തഞ്ചാവൂരിൽ പോയിട്ടാണ്. തഞ്ചാവൂരിലെ ആദീനങ്ങളിൽ ആ കാലത്തെ ആദിശൈവരുടെ സ്ഥാപനങ്ങളായിരുന്നു ആദീനങ്ങൾ. ആദിശൈവർക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിന് ജാതിയും മതവും ഒന്നും പ്രശ്നമായിരുന്നില്ല. ആ ആദിശൈവരിൽപ്പെട്ട ആളുകളാണ് ഇപ്പോഴും തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ പൂജാരികൾ. അവർ നമ്മളോട് തമിഴിൽ സംസാരിക്കും, നമ്മുടെ കയ്യിൽ നമുക്ക് പ്രസാദം തരും, നമ്മളെ തൊട്ട് അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും. തന്നെയല്ല, ആ കാലത്ത്, പഴയ കാലത്ത് അവർ ഗുരുനാഥന്മാരായിരുന്ന ആദീനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥിയായി വിദ്യ അപേക്ഷിച്ച് ആര് വന്നാലും ജാതി മതം ഒന്നും നോക്കാതെ ആ ആൾക്ക് തങ്ങളെ കൊണ്ടാവും പോലെ വിദ്യ പകർന്നു കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. സംസ്കൃതം അവർ പഠിപ്പിച്ചിരുന്നു. വേദങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിച്ചിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം വിദ്യ അഭ്യസിച്ചത്. അപ്പോൾ ഈ നാട്ടിൽ വന്ന് നോക്കുമ്പോൾ ഈ സംസ്കൃതത്തിലല്ലാതെ എന്തെങ്കിലും പറയുന്ന ആൾക്ക് ഒരിക്കലും മതപരമായ ഒരു കാര്യവും പറയാൻ അർഹതയില്ല എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. ഈ ഭാഷയിലുള്ള അറിവില്ലായ്മയാണ് പാവങ്ങളുടെ പോരായ്മയായി അന്ന് വലിയ ആളുകൾ കരുതിയിരുന്നതും അതുപയോഗിച്ചാണ് ഇവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തോട് പറയണമെങ്കിൽ, ഒരു പുഷ്പം അർച്ചിക്കണം എങ്കിൽ അത് സംസ്കൃതത്തിൽ മുഖവരിയായിട്ട് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ എന്ന ഒരു ധാരണ. കഷ്ടമേ കഷ്ടം. നമ്മുടെ നാട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴും മിക്കവാറും അത് പോയിട്ടില്ല. അങ്ങനെ പൗരോഹിത്യത്തിന് നിന്ന് പൊറുക്കാനുള്ള ഒരിടം എന്നുള്ള നിലയ്ക്ക് യാഗയജ്ഞാദികളോ പോകട്ടെ, സാധാരണ അമ്പലങ്ങളിൽ പോലും നമ്മൾ താന്ത്രിക കർമ്മങ്ങൾ ചെയ്തൊക്കെ തന്നെ പറയുന്നതും പെരുമാറുന്നതുമൊക്കെ ഈ ശൈലിയിൽ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്വൈതത്തിൻ്റെ മഹാസാരം മുഴുക്കെ മലയാളത്തിലാക്കി, പച്ച മലയാളത്തിലാക്കി. പൊതുവായുള്ള അർത്ഥത്തിൽ പണ്ടത് പൂന്താനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്നൊക്കെ പറയുന്ന, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്നൊക്കെ പറഞ്ഞ് ഈശ്വരൻ്റെ വൈഭവത്തെക്കുറിച്ചൊക്കെ പൊതുവെ ഗാനം ചെയ്തിരുന്നു. പക്ഷേ വേദാന്ത ജ്ഞാനത്തെ, അദ്വൈതത്തെ മുഴുവനായി വ്യാഖ്യാനിച്ച് എളുപ്പത്തിൽ ആർക്കും ഉൾക്കൊള്ളാവുന്ന, ഭാവമാക്കാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി അവതരിപ്പിച്ചത് ആദ്യമായിട്ട് മലയാള ഭാഷയിൽ നാരായണ ഗുരുദേവൻ ആയിരുന്നു. ആഴമേറും നിൻ മഹസ വാഴിയിൽ ഞങ്ങൾ ആഴണം വാഴണം വാഴണം സുഖം എന്ന് പറയുന്നിടത്ത് എത്തിച്ചേരുന്ന ആത്മീയ സാത്മീകരണത്തിൻ്റെ മുദ്രാവാക്യം അദ്ദേഹം പച്ച മലയാളത്തിൽ നമുക്ക് തരികയായിരുന്നു. ഭാഷ എപ്പോഴും അധീശത്വത്തിൻ്റെ ഒരു ഉപകരണമാണെന്ന് നമുക്കറിയാം. ഒരുപാട് കാലം മുൻപുണ്ടായിരുന്ന സംസ്കൃതത്തിൻ്റെ മേധാവിത്വം കുറച്ചൊന്ന് കുറഞ്ഞത് ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വന്നപ്പോഴാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിന് സംസ്കൃതത്തിൻ്റെ പോലും മുകളിൽ ആധിപത്യം വന്നതെന്ന് ചോദിച്ചാൽ, തോക്കും കുതിരയും ഒക്കെയായി ഭരിക്കാൻ വന്നവരുടെ ഭാഷ അതായിരുന്നത് കൊണ്ട് മാത്രമാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് എത്രത്തോളമായിരുന്നു ഈ ഭാഷയുടെ അധീശത്വം ഇംഗ്ലീഷിൻ്റെ എന്നുള്ളത്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛൻ ഒരു ദിവസം പൊന്നാനി കോടതിയിൽ ഒരു വക്കീലിന് കൊടുക്കാനായിട്ട് ഒരു കടലാസ് തന്നയച്ചു.
പൊന്നാനി സ്കൂളിലേക്ക് പോകണം. അവിടുന്ന് 3 നാഴിക നടന്നിട്ട് വേണം പോകാൻ. അവിടെ ചെന്നപ്പോൾ മാഷോട് പറഞ്ഞ് അവധി വാങ്ങി, ഒരു പീരീഡ് ഒഴിവ് വാങ്ങി. അവിടുന്ന് കോടതിയിലേക്ക് പിന്നെയും 1 നാഴിക 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. നടന്നു ചെന്നപ്പോഴേക്കും കോടതി കൂടിയിരിക്കുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, ഇതാ ആ നിൽക്കുന്ന ആളാണ് വക്കീൽ, അയാൾക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കോടതിക്ക് അകത്തേക്ക് ചെന്ന് വക്കീലിൻ്റെ അടുത്ത് പോയി നിന്ന്. വക്കീൽ ഒരു കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് കോടതിയിൽ, വക്കീൽമാരായിട്ടും നാട്ടുകാരായിട്ടും സാക്ഷികളായിട്ടും പ്രതികളായിട്ടും വാദികളായിട്ടും ഒക്കെ. അപ്പോൾ വക്കീൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഈ കേസുമായി, അദ്ദേഹം ഇപ്പോൾ വാദിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വാദിയോ പ്രതിയോ ആരോ നിപ്പുണ്ട്. പ്രതിയാണെന്ന് തോന്നുന്നു. വളരെ പാവപ്പെട്ട നിരക്ഷരനായ നിർധനനായ ഒരു മനുഷ്യൻ, വൃദ്ധൻ വക്കീലിനോട് പറയുന്നത്, യജമാനനെ ഈ കേസ് ഇന്നെങ്കിലും ഒന്ന് തീർത്ത് തരണം എന്നാണ്. അത് പതുക്കെയൊന്നുമല്ല പറയുന്നത്, ഉറക്കെ തന്നെയാണ് പറയണത്. ഇത് കോടതിയിൽ എല്ലാവരും കേൾക്കുന്നുണ്ട്, മലയാളത്തിലാണ് പറയേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വക്കീല് ഇംഗ്ലീഷിൽ മജിസ്ട്രേറ്റിനോട് എന്താ പറയണമെന്നറിയോ? യുവർ ഓണർ, മൈ ക്ലയൻറ്റ് പ്ലീഡ്സ് ഫോർ എ പോസ്റ്റ്പോൺമെൻറ്റ് എന്നാണ്. എൻ്റെ കക്ഷി ഈ കേസ് നീട്ടിക്കിട്ടാൻ അപേക്ഷിക്കുന്നു എന്നാണ്. ഉടനെ മജിസ്ട്രേറ്റ്, മറ്റേ മലയാളം പോലും കേട്ടിട്ടുള്ള മജിസ്ട്രേറ്റ്, ആ കടലാസിൻ്റെ പുറത്ത്, ആ റെക്കോർഡ് കെട്ടിൻ്റെ പുറത്ത്, കേസ് കെട്ടിൻ്റെ പുറത്ത് ഏതോ 2-4 മാസം കഴിച്ചിട്ടുള്ള ഒരു ഡേറ്റ് എഴുതി മാറ്റി വെച്ചിട്ട് കോടതിയിലെ ഗുമസ്തൻ ആ ഡേറ്റ് ഉറക്കെ വിളിച്ച് പറയുകയാണ്, 14/8. ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം ഇന്ത്യയിൽ, ദുരുപയോഗം ഞാൻ കണ്ടത് ഇന്ത്യയിൽ. ഇതേ ദുരുപയോഗമാണ് ചിലപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ ഇപ്പോഴും സംസ്കൃതത്തിൻ്റെ കാര്യം കൊണ്ട് നടക്കുന്നത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈശ്വരനോട് പറയാൻ ആഗ്രഹിച്ച കാര്യം, അത് പറയാൻ സംസ്കൃത ഭാഷ അറിയാവുന്ന ഒരു വക്കീലിനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് സംസ്കൃത ഭാഷ അറിയാം എന്ന് നമുക്കൊരു ധാരണയുണ്ട്. അറിയാമോ എന്ന കാര്യം നിശ്ചയമില്ല, മിക്കവാറും അറിയാറില്ല. അദ്ദേഹം മന്ത്രങ്ങൾ എന്ന പേരിൽ കുറേ ശബ്ദങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഉരുവിടാൻ അറിയാം, പലപ്പോഴും തെറ്റായിട്ടും ഉരുവിടാറുണ്ട്. പക്ഷേ ദൈവത്തിന് ഇതൊന്നും നല്ല നിശ്ചയമുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു തരത്തിലും തെറ്റായി ധരിക്കാറുണ്ടാവില്ല. എന്താണ് ഈ മനുഷ്യരെ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. പുറകെ നിൽക്കുന്ന കക്ഷി എന്താണ് ഈ വക്കീലിനോട് പറയുന്നത് എന്നും വക്കീല് തന്നോട് എന്താണ് പറയുന്നത് എന്നുമൊക്കെ നല്ലപോലെ അറിവുള്ള ഈ ജഡ്ജി ഈശ്വരൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് വിധിച്ച് കേസ് അവസാനിപ്പിക്കും എന്നും നമുക്കറിയാം. പക്ഷേ വ്യക്തമായി അറിയില്ല. അങ്ങനെ ഒരു നാട്ടിലെ ആൾക്കാരെ മുഴുക്കെ ഒരു ഭാഷയുടെ അധീശത്വത്തിൻ്റെ പേരിൽ കുരങ്ങ് കളിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിനെതിരെ ശബ്ദമുയർത്തുകയായിരുന്നു ഗുരുദേവൻ വളരെ ഫലപ്രദമായി, മൗനമായി എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്തിനാണ് ഇത് മലയാളത്തിൽ എഴുതിയത് എന്നും മലയാളത്തിൽ ഇത്ര സുഖസുന്ദരമായി സ്വച്ഛമായി കവിത എഴുതാൻ കഴിയും എന്നും അദ്ദേഹം തെളിയിക്കുകയായിരുന്നു. ഈ തീവ്രമായ പുതുമ എന്ന ആശയത്തിൻ്റെ, ആദർശത്തിൻ്റെ, അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കാരം നമുക്ക് പുനരവതരിച്ച് കിട്ടുകയാണ് കുമാരനാശാൻ എന്ന മഹാകവിയിലൂടെ. ആശാൻ ആശയഗംഭീരൻ എന്ന് പറയുമ്പോൾ തത്വശാസ്ത്രമാണ്, ദർശനമാണ് ആ ആശയം എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. ആശയത്തിന് ആഴമുണ്ട്, കട്ടിയുണ്ട് എന്നല്ലാതെ ആശയത്തിൻ്റെ കാതലായ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹം പ്രതിപാദിച്ചത് മുഴുക്കെ ആത്മീയമായ ആശയങ്ങളായിരുന്നു, ആത്മീയമായ വെളിപാടുകൾ ആയിരുന്നു എന്ന്. ഇത് ഒഴുകി പുറപ്പെട്ടത്, ഉത്ഭവിച്ചത് ഗുരുദേവൻ എന്ന മഹാഭൈരവിൽ നിന്നാണ് എന്ന കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ എന്ന മഹാകവിയെ നമ്മൾ ഓർക്കാറില്ല. മലയാള ഭാഷയിൽ നിന്ന് ഗുരുദേവ കൃതികൾ മാറ്റി നിർത്തി നോക്കൂ. പച്ച മലയാളം എന്ന് പറയാവുന്ന ഭാഷയിൽ നിന്ന് മലയാള കൃതികൾ മാറ്റി നിർത്തിയാൽ ശേഷിക്കുന്നത് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം ഗുരുദേവൻ്റെ സംഭാവന എത്ര വലുതായിരുന്നു എന്ന്. ആ കാലങ്ങളിലൊക്കെ മലയാള ഭാഷ എന്നൊന്ന് വാസ്തവത്തിൽ ഇല്ലായിരുന്നു. എത്ര മലയാളം ഉണ്ടെന്ന് ചോദിച്ചാൽ
കേരളത്തിൽ എത്ര ജാതികൾ ഉണ്ടോ അത്രയും മലയാളമുണ്ട് എന്നായിരുന്നു നമ്മുടെ സ്വാഭാവികമായ മറുപടി. ഓരോ ജാതിക്കും ഓരോ ജാതിയോടും സംസാരിക്കാൻ ഓരോ മലയാളം ഉണ്ടായിരുന്നു. എന്താണ് ജാതി പറയുന്ന ആളിൻ്റെ, കേൾക്കുന്ന ആളിൻ്റെ എന്നറിയാൻ എന്ത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. മരിക്കാൻ പോലും നമുക്ക് വേറെ വേറെ ഭാഷകളുണ്ടായിരുന്നു. ചിലർ ചാവും, ചിലർ മരിക്കും, ചിലർ മൃതിയടയും, ചിലർ അകാല ചരമം അടയും, ചിലർ സ്വർഗം പോകും, ചിലർ തീപ്പെടും. അങ്ങനെ 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 ഒരുപാട് വാക്കുകൾ ഈ മരിച്ചുപോയ ആളിൻ്റെ ജാതിയും നിലവാരവും സ്ഥിതിയും ഒക്കെ വിവരിക്കുന്ന വാക്കുകളായിട്ട് തന്നെ നിലവിലുണ്ടായിരുന്നു. മലയാളം ഒന്ന് അല്ല, മലയാളം പലത്, 100,000 എന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നർത്ഥം. ഇപ്പോഴും ഈ ഒരു സംഗതിയുടെ ഹാങ് ഓവർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതാണല്ലോ ഈ പണിക്കരുടെ കവിത. ഒരു മോഷ്ടാവായവർ എന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്നാണ്. നമ്മുടെ പിതൃത്വത്തെപ്പറ്റി ആശങ്കപ്പെടുന്ന, സംശയിക്കുന്ന ഒരാളെക്കുറിച്ച് നമുക്ക് വലിയ ആക്ഷേപമില്ല. പക്ഷേ നമ്മുടെ തന്തയ്ക്ക് പറയുന്ന ഒരാളെക്കുറിച്ച് എന്ത് തോന്നും? ഇടിക്കാൻ തോന്നില്ല അയാളെ, ഉപദ്രവിക്കാൻ തോന്നില്ല അയാളെ. നമുക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ വലിയ പ്രയാസമില്ല, മത്സ്യാഹാരവും വലിയ വിഷമമല്ല. പക്ഷേ മീൻപിടുത്തം മോശമാണ്, മീൻ കൂട്ടി ഉണ്ണുന്നത് ഒരു നല്ല കാര്യമാണ്, ഉന്തിയ ജാതിക്ക് ചേർന്നതാണ് എന്ന് തോന്നൽ ഇപ്പോഴും ഇല്ല. ഇങ്ങനെ മലയാള ഭാഷയിലെ പദങ്ങളും ഒഴുക്കെ ജാതിയെയും മതത്തെയും സൂചിപ്പിക്കുകയും ഈ ജാതിത്വത്തെയും മതത്തെയും നിലനിർത്തിക്കൊണ്ടു പോകാൻ ഉപകരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഭാഷ ഏകദാനമായാൽ നമുക്ക് സംസ്കാരത്തിൻ്റെ ഏകദാനത തുടങ്ങുന്നു എന്ന് പറയാവുന്നതാണ്. ഇംഗ്ലീഷിൽ നോക്കൂ, യു എന്നൊരു വാക്കുകൊണ്ട് ബ്രിട്ടീഷ് മഹാറാണിയെയും ആ കൊട്ടാരത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള പരിചാരകനെയും നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയും. ഒരു യു മതി. പക്ഷേ ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ഒരു യു പോരാ, നമുക്ക് ഒരുപാട് യുകൾ വേണം. വടക്കേ ഇന്ത്യയിൽ പോയി നോക്കൂ, ആപ്പ് എന്നൊരു വാക്കുണ്ട്, അങ്ങ് താങ്കൾ എന്നാണ്. തും എന്നൊരു വാക്കുണ്ട്, അത് നിങ്ങൾ എന്നാണ്. തു എന്നൊരു വാക്കുണ്ട്, അത് നീ എന്നാണ്. ഒന്ന് ബ്രാഹ്മണനുള്ളതാണ് അഭിസംബോധന ചെയ്യാൻ, അങ്ങോട്ട് വിളിക്കാൻ. ഒന്ന് ക്ഷത്രിയനൊക്കെ ഉള്ളതാണ്, വൈശ്യനൊക്കെ ഉള്ളതാണ്. പിന്നെ ഒന്ന് ശൂദ്രനുള്ളതാണ്. തു തും ആപ്പ് എന്ന 3 വാക്കുണ്ടെങ്കിലേ ഒരു യുവിന് പകരം ഇന്ത്യയിൽ നമുക്ക് പഴയ്ക്കാനൊക്കെ ഉള്ളൂ, വടക്കേ ഇന്ത്യയിൽ. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴോ 1000 യു നമുക്ക് വേണം. അങ്ങ്, അങ്ങൊന്ന്, അവിടുന്ന്, താങ്കൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ഈ വാക്കുകൾ. അങ്ങനെ അല്ലാതെ ഉപയോഗിച്ചാൽ മുഷിയുകയും ചെയ്യും. വടക്കേ മലബാറിൽ ഞങ്ങൾ ആരെയും നിങ്ങൾ എന്ന് വിളിക്കും. പക്ഷെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അപമാനപ്പെടുത്തി എന്നാണ് അർത്ഥം. താങ്കൾ എന്ന് തന്നെ പറയണം. അതാണല്ലോ പണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ആള് നായനാർ ഓള് എന്ന് പറഞ്ഞപ്പോൾ വലിയ ഒച്ചപ്പാടുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പെങ്ങളെയും ഒക്കെ ഓള് എന്നാണ് പറയണത്, നമ്മൾ അറിയുന്നില്ല. അവൾ എന്നാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ രൂപം. അവൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് അപമാനിക്കലാവുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഒച്ചപ്പാട് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരവസരമായിരുന്നു അത്. അങ്ങനെ നമുക്ക് അനാവശ്യമായ ഒച്ചപ്പാടുണ്ടാക്കാനും സമുദായത്തിൽ തരംതിരിവുണ്ടാക്കാനും ഒക്കെ നിലനിന്ന് പോകുന്ന ഭാഷാ ഭിന്നതകളെ മറികടന്നിട്ട് അന്തിമ അറിവ് എന്ന് പറയുന്ന മഹാവിജ്ഞാനമായ വേദാന്ത പൊരുളിനെ ശുദ്ധ മലയാളത്തിൻ്റെ ചിമിഴിൽ ഒതുക്കിയിട്ട് നമുക്ക് സ്പൂണിൽ കോരി വായിൽ തന്ന ആളാണ് നാരായണ ഗുരുദേവരെ. അപ്പം അദ്ദേഹത്തെ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആധുനിക മലയാളത്തിൻ്റെ ശില്പി എന്ന് പറഞ്ഞ് തന്നെ നമസ്കരിക്കേണ്ടതുണ്ട്. ഇത് എവിടെയും ഗവേഷണ പ്രബന്ധമായിട്ടൊന്നും ആരും അവതരിപ്പിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് ഉള്ള ചില പഠനങ്ങളുണ്ട്. പക്ഷേ ആ കവിതകളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കവിതയിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളോ കവന രീതിയെക്കുറിച്ചുള്ള പഠനങ്ങളോ ആണ്. കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ അന്നത്തെ കാലത്ത്
എന്ത് വിപ്ലവമാണ് ഉണ്ടാക്കിയത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു ഇല്ല. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ സർവകലാശാലകളിലുമൊക്കെയുള്ള വിശേഷപ്പെട്ട ഗവേഷകരോടും അതിൻ്റെ അധിപന്മാരോടുമൊക്കെ അപേക്ഷിക്കാനുള്ള ഒരു കാര്യം, ഗുരുദേവൻ്റെ കൃതികൾ ഓരോന്നായി എടുത്ത് അതിലുൾപ്പെടുന്ന മലയാള ഭാഷ അന്നത്തെ മലയാളത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയത് എന്നും പിൽക്കാലത്തെ മലയാളത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നും പഠിക്കാൻ തുടങ്ങണം എന്നാണ്. കാരണം മലയാള ഭാഷയ്ക്ക് ഒരു ചരിത്രം നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ രൂപപരിണാമങ്ങൾക്ക് കാരണക്കാരായ ആളുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആധുനിക കാലത്തേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്നത് അറിയേണ്ട കാര്യമാണല്ലോ. അത് അറിയണമെങ്കിൽ ഈ കൃതികളിൽ ഉപയോഗിച്ച പദങ്ങളെയും അവയെ ചേർത്ത് വെച്ച രീതിയും അവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച കവനശേഷിയും ദീർഘദൃഷ്ടിയാണ് ഒരു കവിയുടെ യഥാർത്ഥമായ യോഗ്യത എന്ന് പണ്ടുള്ളവർ പറയും. ഞാൻ ഋഷി കവി എന്നാണ്. കവി എന്ന വാക്കിന് തന്നെ ദൂരക്കാഴ്ചയുള്ള ആൾ എന്നാണ് അർത്ഥം. ചുറ്റുപാടും കാണുന്ന ആൾ എന്നല്ല, ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ കാണുന്ന, വളരെ ഉയരെ നിന്ന് നോക്കുന്ന ഗരുഡക്കാഴ്ചയുള്ള ഒരാൾ എന്നാണ് മനീഷി എന്നാണ് വാക്കിന് അർത്ഥം. ഋഷിയല്ലാത്ത ആൾ കവിയാവില്ല എന്നും പറയാറുണ്ട്. അത് പറയുന്നത് കാരുണ്യം തികയാത്ത ആൾ കവിയാവില്ല എന്നാണ്. കാരുണ്യം തികയുകയും അറിവ് തികയുകയും അങ്ങനെ വളരെ മഹത്തായ ഒരു പാരമ്പര്യത്തെ പകർത്തി നമുക്ക് തരികയും ചെയ്ത ഒരാൾ ദൂരക്കാഴ്ചയോടുകൂടി ഭാഷയാണ് മനുഷ്യൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം തന്നെ ഭാഷയായതുകൊണ്ട് സാംസ്കാരികമായ അഭ്യുത്ഥാനത്തിന് നവോത്ഥാനം എന്ന വാക്കുപയോഗിക്കാം. ആദ്യമായി വേണ്ടത് ഭാഷ സംസ്കരിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ സംസ്കരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഭാഷയുടെ യഥാർത്ഥ ശക്തി വെളിയിലേക്ക് കൊണ്ടുവരിക എന്നും ഭാഷ കൊണ്ട് സമൂഹത്തിൽ നടപ്പിലിരിക്കുന്ന അനാശാസ്യതകളെ നീക്കം ചെയ്യാൻ പാകത്തിൽ ഭാഷയെ പുനർനിർമ്മിക്കുക എന്നുള്ളതുമാണ്. ഭാഷയെ പുനർനിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഭാഷയിലെ പദങ്ങളെ അവയുടെ ആശയവാഹന ശേഷി ഉപയോഗിച്ച് പുനരവതരിപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ ഗുരുദേവനെ മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്നല്ല, നമുക്ക് മുതിർന്നവർക്ക് പോലും അതിലെ പല പദങ്ങളും അന്യമായിട്ട് തോന്നുന്നു. അതിൻ്റെ അർത്ഥം മലയാള ഭാഷയുടെ ആത്മാവിൽ നിന്ന് നമ്മൾ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. പദങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ഭാഷയുടെ അന്തഃസത്ത ചോർന്നു പോകുന്നത്. വലിയ അർത്ഥമുള്ള ഭാവത്തെ ധ്വനിപ്പിക്കുന്ന, സൂചിപ്പിക്കുന്ന, കൈമാറുന്ന പദങ്ങൾ നമുക്ക് അന്യമായി തീരുമ്പോൾ, നമുക്കവ നിരർത്ഥങ്ങളായി വന്ന് ഭവിക്കുമ്പോൾ, അഥവാ അർത്ഥദൂഷ്യം വന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ഭാഷയുടെ യഥാർത്ഥ പ്രകൃതത്തിൽ നിന്ന്, അന്തഃസത്തയിൽ നിന്ന്, ശക്തിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു എന്നാണ് അർത്ഥം. നമ്മുടെ ഭാഷയുടെ ശക്തിയിൽ നമ്മൾ മാറിപ്പോകുമ്പോൾ എന്താ നമുക്കുണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഭാവം ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ഭാഷ വേണം. ഭാരതമെന്ന് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഭാരതം എന്ന് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഇതിൽ ഈ കേൾക്കുമ്പോൾ മാത്രമാണ് മലയാളമുള്ളത്, ബാക്കിയെല്ലാം സംസ്കൃതമാണ്. ഈ രണ്ട് വരി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവമുണ്ടല്ലോ, അഭിമാനത്തിൻ്റെ ഒരു അളവുണ്ടല്ലോ. ആ അളവും അടുത്ത രണ്ട് വരി കേൾക്കുമ്പോഴുള്ള അഭിമാനത്തിൻ്റെ അളവ് നമ്മൾ ചട്ടിച്ചു നോക്കും. അടുത്ത രണ്ട് വരി എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഈ രണ്ടാമത്തെ വരി കേൾക്കുമ്പോഴാണ് ശരിക്ക് നമ്മുടെ അകത്ത് ആ കവിത തട്ടുന്നത്, നമ്മെ അത് ഉണർത്തുന്നത്, നമ്മുടെ ചോര യഥാർത്ഥത്തിൽ തിളയ്ക്കുന്നത്. ഭാരതം എന്ന് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം. അപ്പോഴും മോഷ്ടാവായിട്ടേ ഉള്ളൂ, കള്ളനായിട്ടില്ല. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ചങ്ങമ്പുഴയുടെ രണ്ട് വരി. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നാണ്.
ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഈ 2 വരിയിലുള്ള വാക്കുകൾ എത്രത്തോളമാണ് കേരളീയരെ സ്വാധീനിച്ചത് എന്ന് മലയാളക്കരയുടെ പിൽക്കാല ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ നീ തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന പ്രഖ്യാപനം ഈശ്വരനെക്കുറിച്ച് ഏത് അമ്പലത്തിൽ ആരുരുവിടുന്ന ഏത് മന്ത്രത്തെക്കാളും ശക്തമായി കേരളീയ മനസ്സിൽ ഈശ്വര ചൈതന്യം പ്രതിഷ്ഠിച്ചു, ഇപ്പോഴും പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതിൽ സംസ്കൃത വാക്കില്ല എന്നർത്ഥം. നീ തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. തമ്പുരാൻ തമ്പുരാൻ എന്ന വാക്ക് ഒരു ചീത്ത വാക്കായി അറിയപ്പെട്ടിരുന്ന വാക്കെടുത്തിട്ടാണ് അദ്ദേഹം ദൈവത്തിന് ചാർത്തി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ തമ്പുരാനോടുള്ള നമ്മുടെ വലിയ ആദരം മുഴുക്കെ ഏറ്റവും വലിയ തമ്പുരാനായ ദൈവത്തിലേക്ക് തിരിച്ചു വിട്ടിട്ട് മറ്റ് തമ്പുരാക്കന്മാരെയൊക്കെ യഥാർത്ഥത്തിൽ അവരെന്തുമാത്രമാണോ വലിപ്പമുള്ളത് അത്ര വലിപ്പത്തിലേക്ക് അല്ലെങ്കിൽ ചെറുപ്പത്തിലേക്ക് ചുരുക്കി വയ്ക്കുകയാണ് ഗുരുദേവൻ ചെയ്തത്. അങ്ങനെ സാംസ്കാരികമായ നവോത്ഥാനത്തിൻ്റെ കാര്യത്തിന് ഭാഷയെ സജ്ജമാക്കുകയും ഫലപ്രദമായി ഉപയോഗിക്കുകയും ആ ഒരു പാരമ്പര്യത്തിന് മലയാളത്തിൽ ആദ്യം തന്നെ തുടക്കമിടുകയും ചെയ്തത് ഇദ്ദേഹമായിരുന്നു എന്ന് നമ്മൾ അറിയണം. ആ വഴിക്ക് പിന്നെ അങ്ങനെ ആരും പോയിട്ടുണ്ട് എന്ന് തോന്നണില്ല. പോവാൻ കഴിവുണ്ടായിട്ടില്ല എന്നർത്ഥം. 2 കഴിവ് ഒത്തുവരണ്ടേ. 1 ആശയത്തിൻ്റെ അഗാധത, 2 കവിത്വത്തിൻ്റെ സമൃദ്ധി. ആശയത്തിൻ്റെ അഗാധത എന്ന് പറയുമ്പോൾ വേദാന്തത്തിൻ്റെ മറുകര കണ്ട ഒരാൾ, ആത്മസാരൂപ്യത്തിൻ്റെ ദൈവവുമായുള്ള വീഴ്ചയുടെ അങ്ങേ അറ്റത്തെത്തിയ ഒരാൾ, ദൈവമായി തീർന്ന ഒരാൾ, അങ്ങനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധമായ കവിത്വ വാസനയിലൂടെ തൻ്റെ അറിവും തൻ്റെ നിലപാടും പരിചയവും താൻ എത്തിപ്പെട്ടയിടത്തെ സന്തോഷവും ഒക്കെ തന്നെ ഫലപ്രദമായി നമുക്ക് പകർന്നു തരുന്ന ഒരു കാവ്യ സംസ്കാരം. അതാണ് ശരിയായ കാവ്യ സംസ്കാരം എന്ന് നമ്മൾ പഠിപ്പിച്ച ഒരാളുണ്ട് നേരത്തെ. ആരാണെന്ന് അവർക്കുണ്ടോ? വേദവ്യാസ മഹർഷി. അദ്ദേഹവും ഒരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം, അല്ലെങ്കിൽ അറിയണം. എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഭാരതത്തിലുണ്ടായിരുന്ന പഴയ അറിവിനെ മുഴുക്കെ ഭാരതത്തിലേക്ക് എത്തിച്ചേർന്ന വേദങ്ങളുമായി കൂട്ടിച്ചേർത്ത് ഒന്നാക്കി അവതരിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു പുണ്യം കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് വേദം എടുത്താലും ആ വേദത്തിൽ അതിൻ്റെ 90% പറയുന്ന കാര്യങ്ങളൊക്കെ ബാക്കി 10% പറയുന്ന കാര്യങ്ങളോട് മോരും മുതിരയും പോലെ മാത്രമേ ചേരൂ എന്നാണ്. തന്ത്രമന്ത്രക്രിയകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ശാസിക്കുന്ന, വിവരിക്കുന്ന, വിസ്തരിക്കുന്ന വേദഭാഗങ്ങൾക്ക് ശേഷം വരുന്നത് മാണ്ഡൂക്യ ഉപനിഷത്ത് പോലെയുള്ള മഹാദർശനങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ മുൻപേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർത്തും നിഷ്പ്രഭമായിട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് വേദവ്യാസ മഹർഷി തന്നിട്ട് പോയത് വളരെ ലളിതമായ സംസ്കൃതത്തിൽ, വളരെ ലളിതമായ സംസ്കൃതമാണ്. അപ്പോൾ ഭഗവത്ഗീതയിലേക്ക് ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതം. മലയാളം സാമാന്യമായി അറിയാവുന്ന ആർക്കും വായിച്ചാൽ വലിയ വിഷമം കൂടാതെ മനസ്സിലാക്കാവുന്ന ഭാഷയാണ്. ആ ഭാഷയിൽ വേദാന്ത സാരം മുഴുവൻ സംഗ്രഹിച്ച് വെച്ചിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എന്താണോ ഗുരുസ്വാമികൾ ഇവിടെ ചെയ്തത് ഏതാണ്ട് അത് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 2000 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു എന്ന് മാത്രം. അങ്ങനെ മഹാമനീഷികൾ പണ്ടേ പതിവാക്കിയ മഹാസേവനം നമുക്ക് തന്നിട്ട് പോയ ഇദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മലയാള ഭാഷയ്ക്ക് അദ്ദേഹം ചെയ്ത സേവനത്തിന് വളരെ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ എന്നും ഓർത്തോളാം എന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഈ സുദിനം ഇവിടെ ആഘോഷിച്ചു തുടങ്ങാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുരുദേവന് ഒരിക്കൽ കൂടി സാഷ്ടാംഗം പ്രണാമം.